ഇതാണ് നമ്മുടെ തൃശ്ശൂരത്തെ പുതിയ സൂ കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുള്ള സൂ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സക്സസ് ആയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തരുമെന്നുള്ളതിന് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും നല്ല ഭംഗിയോടെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ഡിസൈനാണ്, അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ കയറുമ്പം റെസ്റ്റോറൻറ്റുകൾ കുറവാണ്. ഇപ്പം പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണമായിരിക്കാം വളരെ കുറവായിരുന്നു. പിന്നെ ടോയ്ലറ്റിൽ നമ്മൾ 5 റുപ്പീസ് കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റൂ. ടോയ്ലറ്റ് തീരെ വൃത്തിയില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുവിധം എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും നല്ല വൃത്തിയുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മാത്രമാണ് വളരെ മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ടോയ്ലറ്റിൽ കിട്ടിയത്. പിന്നെ അതൊഴിച്ചിട്ട് ബാക്കിയെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സൂ ആകുമ്പം അതിൽ അത്യാവശ്യം വേണ്ടത് മൃഗങ്ങളാണ്. അതിവിടെ വളരെ കുറവായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പം തന്നെ നമുക്ക് കാണുന്നത് മുതലേനെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബേഡ്സിനെ കാണാം, പിന്നെ മങ്കീസിനെ കാണാം കേട്ടോ. പിന്നെ നേരെ മുകളിലേക്ക് കയറി കഴിഞ്ഞാലാണ് മാനുകളെ കാണാൻ പറ്റുന്നത്. അങ്ങനെ 3 തരം മാനുകളുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് വാക്ക് വേസ് ഉണ്ട് കേട്ടോ, നമുക്ക് നടന്നു പോകാം. പിന്നെ താഴെ ഇറങ്ങിയാൽ ബസ് കിട്ടും. KSRTCയുടെ 2 ബസ് ഇതിൽ സർവീസ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തിലേക്ക് ബസ്സിൽ പോകാനായിട്ട് സാധിക്കേ. പിന്നെ നല്ല സീനറിയാണ്, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നത് എമു ഉണ്ട്, പിന്നെ ഒരു ഒട്ടകപക്ഷി ഉണ്ട്, 2 ഹിപ്പോപ്പൊട്ടാമസ്. ഇത്രയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ 2 ടൈഗർ ഉണ്ടായിരുന്നു. ടൈഗർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സമ്മറിൻ്റെ ചൂട് കാരണമായിരിക്കും അത് കൂട്ടി തന്നെയായിരുന്നു, പുറത്തേക്ക് ഇറങ്ങിയില്ല. അത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ ഒരു കാട്ടുപോത്തുണ്ട് കേട്ടോ. അതും പിന്നെ സമ്മർ വെയിൽ കാരണം അതും ഒരു സൈഡിൽ തന്നെയായിരുന്നു, നമുക്കതിനൊന്നും നന്നായിട്ട് കാണാൻ സാധിച്ചില്ല. പിന്നെ നമ്മൾ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു പഴയ സൂവിൽ ഒരു ലയൺ ഉണ്ട്, അതിന് സുഖമില്ലാത്തതുകൊണ്ട് 27-28 വയസ്സായത്ര, അപ്പോൾ അതിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഒരു കരടി ഉണ്ട്, അതിന് സുഖമില്ലാത്തതുകൊണ്ട് അതിനെ ചികിത്സിക്കാനായിട്ട് ഹോസ്പിറ്റലാക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളെ സൂ അടിപൊളിയാവുന്നു. കുറച്ച് മൃഗങ്ങളൊക്കെ വരുമ്പം അത്രയ്ക്ക് ഏരിയ ഉണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ മൃഗങ്ങളില്ലാത്ത കുറവ് മാത്രമേ ഉള്ളൂ. മൃഗങ്ങൾ വരുമ്പോൾ നമ്മൾ സൂ അടിപൊളിയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. മൃഗങ്ങളും കൂടി വന്നാൽ കാണാൻ മാത്രമുള്ള നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നൊരു സ്ഥലമാണ് തൃശ്ശൂർ പുതിയ സൂ. ഇപ്പം ഈ കാണുന്ന ഏരിയയിലാണ് ടൈഗർ ഉള്ളത്. അത് നമ്മൾ ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ടൈഗർ പുറത്തേക്ക് വന്നിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ കാണാം. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല. ടൈഗർ എല്ലാം കൂട്ടി തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ.